ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു മോർണിംഗ് റൈഡ് പോവാണ്. ഇറങ്ങുന്നേ ഉള്ളൂ, ഇപ്പോൾ 5 മണി ആയതേ ഉള്ളൂ. ഇപ്പം ഇരുട്ടാണ്, അപ്പോൾ വെട്ടമായിട്ട് കാണാം. അപ്പം അങ്ങനെ നമ്മൾ പോകാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ചുമ്മാ ഇറങ്ങി നോക്കിയതാ, കാരണം ഇന്നലെയൊക്കെ മഴയായിരുന്നു. ഇന്നേതായാലും ഇപ്പം മഴ മാറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പെനുക്കൊണ്ട ഫോർട്ട് പോയാലോ എന്നൊരു പ്ലാനുണ്ട്. ഏതായാലും ചിക്ബല്ലാപൂർ വരെ പോയി നോക്കാം. മഴയോ വേറെ സീനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് സാറ്റർഡേ ആണ്, വർക്കിംഗ് ഡേ ആണ് ചിലർക്കൊക്കെ. ഏതായാലും ബാംഗ്ലൂർ ടൗണൊക്കെ സിറ്റിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഔട്ട്സ്കേർട്സിലോട്ട് പോവാണ്. നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉഗ്രൻ റോഡാണ്. പക്ഷെ ഒന്ന് രണ്ടിടത്ത് എനിക്കൊന്ന് സ്പീഡ് ക്യാമുണ്ട്. ഇത് ഇങ്ങനെ കുറച്ച് നമ്മൾ ആർച്ച് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ഇങ്ങനെ സ്പീഡ് ക്യാം ഉണ്ട്. കാരണം സ്പീഡ് എഴുതി കാണിക്കും ചിലടത്ത്. അത് 100 എങ്ങാണ്ടാണ് സ്പീഡ് ലിമിറ്റ്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ കീപ്പ് ചെയ്താൽ മതി. പക്ഷെ നൈസ് റോഡാണ്. ഈ വീടുകളുണ്ട് മൊത്തം അടുപ്പിച്ച്. ഇപ്പൊ ഈ പോകുന്ന റോഡ് ഈയിടെ കണ്ട് പണിഞ്ഞതേ ഉള്ളൂ. കണ്ടില്ലേ, ഒരു ഫ്രഷ് ഫീല്. ലെഫ്റ്റ് സൈഡിലൊരു ഹില്ലൊക്കെ ഉണ്ട്. ഓ, ആ മഴ പെയ്തുകൊണ്ടൊരു തണുപ്പുണ്ട്. ഇപ്പം ശരിക്കും ഇത് മെയ് ആണ്. കണ്ടില്ലേ, കോടയൊക്കെ മൂടിയിരിക്കുന്നത്, മേഘം ഇങ്ങനെ മുട്ടിരിക്കുന്നത് കണ്ടോ. ഒരു സൈഡ് ഫുള്ള് ഹിൽസ് ഇങ്ങനെ കണ്ടോ. നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാൻ. പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയെന്നൊരു സംശയം. കാരണം 6:30 ശരിക്കും ഇച്ചിരി ഏർലി മോർണിംഗ് അവിടെ എത്തേണ്ടതായിരുന്നു. ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് ഞാൻ ഇച്ചിരി താമസം ഇറങ്ങിയത് രാവിലെ. രക്ഷയില്ല, നല്ല റോഡാണ്. നല്ല രസം കാണാണ്. ഈയിടെ ടാർ ചെയ്തല്ലേ, ഇപ്പൊ ഉണ്ടാക്കിയതേ ഉള്ളൂ. അതിന്റെ ഒരു സ്മൂത്ത്നെസ് ഒക്കെ ഉള്ള റോഡിന്. ഈ റോഡ് സൈഡിലെല്ലാം ഇങ്ങനെ പൂക്കൾ നിൽക്കുന്നുണ്ടോ? ഇവരാ ഡിവൈഡറിൽ ഇങ്ങനെ ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട് കണ്ടോ. നല്ല രസമുണ്ട്, പൂത്ത് നിൽക്കുന്നതാണ്. പല പല കളറുകൾ. നമ്മളങ്ങനെ പെട്രോളൊക്കെ അടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും. പിന്നെ ഹെൽമെറ്റ് മൊത്തം അഴുക്കൊക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ ആ
മഴയുടെ ഈ പൊടിയുടെ ഇതിൻ്റെയും പിന്നെ കുറച്ച് പ്രാണികളൊക്കെ മൊത്തം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ പെട്രോൾ പമ്പ് എന്തായാലും പെട്രോൾ അടിക്കില്ലേ, അങ്ങനെ കുറച്ച് നേരം സമയം പോയി. ഇനി ഇവിടുന്ന് 55 കിലോമീറ്റേഴ്സ് എന്തേ ഉള്ളൂ. ഈ ലെഫ്റ്റ് സൈഡിലോട്ടൊക്കെ നോക്കിയാൽ ഫുള്ള് തരിച്ചു പോലെ നടക്കുന്നു. റൈറ്റ് സൈഡ് ഏകദേശം അതുപോലൊക്കെ തന്നെ. നമ്മൾ ആക്ച്വലി സ്റ്റേറ്റ് തന്നെ മാറിപ്പോവാണ് ഇപ്പം. ഈ പ്ലേസ് ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ്. ആക്ച്വലി ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഒരു 150 കിലോമീറ്റേഴ്സേ ഉള്ളൂ അറൗണ്ട്. ഈ പ്ലേസ് ഫുള്ള് വേണ്ടി ഇങ്ങനെയൊക്കെ തന്നെ, കുറേയൊക്കെ തരിശും കുറേയൊക്കെ മലയും കുന്നും പാറകളും. നല്ല രസമാണ്. റോഡ് അടിപൊളിയാണ്. നല്ല വെടിച്ചിരുന്ന റോഡുമാണ്, നല്ല റൂട്ടാണ്. ആകെ ഈ ലോറികൾ മാത്രമേ ഉള്ളൂ. അവന്മാർ റൈറ്റ് സൈഡിൽ കൂടെ പോകത്തുള്ളൂ. ശരിക്കും അവർ ലെഫ്റ്റിൽ കൂടെ പോകേണ്ടത്. അല്ലാതെ വലിയ ശല്യമൊന്നും ഇല്ലാത്ത റൂട്ടാണ്. എൻ്റെ മുന്നേ ഒന്ന് നോക്കിയേ. ആ സൈഡൊക്കെ ഒരു രക്ഷയില്ല. ട്രാക്ടർ ഉണ്ടോന്നുണ്ടോ? ഇവരിതെങ്ങനെ വെച്ചിരിക്കുന്നത് വണ്ടിയുടെ പുറകിൽ? നല്ല റൂട്ടാണ്, ഞാൻ പറഞ്ഞല്ലേ. ഈ നല്ല തണുപ്പും മീൻസ് ഇതിപ്പോൾ മെയ് സീസണാണ്, മെയ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ ഇന്ന്. അതാ തലേദിവസം മഴയൊക്കെ പെയ്തതിൻ്റെയാണ്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുക്കണം. അതാണ് അവിടോട്ടുള്ള റൂട്ട്. ഇതേ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പെനിക്കൊണ്ട ഫോർട്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറേ വണ്ടികൾ കാണേണ്ടതാണ്. കുറേ ആൾക്കാരൊക്കെ വരും എന്തൊക്കെ പറഞ്ഞാലും. നല്ല പ്ലസന്റ് ക്ലൈമറ്റ് ഉണ്ട് ഇപ്പം. മേലെ ചെല്ലുമ്പോൾ വെയിലാതെ വരുന്നാൽ മതി. ആസ് യൂഷ്വൽ ഒറ്റയ്ക്കാണ് ഞാൻ ഇന്ന് വന്നത്. വേറെ ആരും ഇല്ലായിരുന്നു. ഈ പുള്ളിയും അങ്ങോട്ട് പോകാൻ തോന്നുന്നു, പോകുന്ന കണ്ടിട്ട്. സ്പീഡ് 400 അല്ലേ? യാ. നമ്മളീ കാണുന്നതൊന്നും ആയിരിക്കില്ല. മേലെ ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ വരും. ഞാൻ ആ കണ്ട യൂട്യൂബ് വീഡിയോസിലെല്ലാം ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണിത്. പ്രത്യേകിച്ച് ബൈക്കേഴ്സ് ഇഷ്ടം പോലെ വരും. ഒന്നത് ഈ റൂട്ട് നല്ലതാണ്, ഞാൻ പറഞ്ഞില്ല. വന്നല്ല ഹൈവേയും പിന്നെ ഡീപ്പ് പോകുന്ന റൂട്ട്. നമ്മളങ്ങനെ ആ പുതിയ റോഡിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇവിടെ റൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ആൾക്കാർ വരാറുണ്ട്. സൂപ്പർ ബൈക്കുള്ളവരും നോർമൽ ബൈക്കുള്ളവരും എല്ലാം. അങ്ങനെ ഒരുപാട് കൈ കൊടുത്ത് ഓടിക്കാനല്ല, പക്ഷെ ആ ഒരു
വണ്ടി ഇങ്ങനെ കിടത്തിയും അങ്ങോട്ട് നോക്കിയോ, എന്നാ കിടലും വ്യൂ വന്ന്. അന്നേരം ഞാൻ പറഞ്ഞില്ല, മേളിലോട്ട് വരുമ്പോൾ വെയിൽ വരും, പക്ഷെ ചൂടില്ല. നേരം അങ്ങനെ 7 ആയതേ ഉള്ളൂ, 7:30 ആയതേ ഉള്ളൂ. നമ്മളങ്ങനെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഫോർട്ടൊക്കെ അവരെന്തോ പുതുക്കി പണിഞ്ഞ് ഒരു പക്ക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ റോഡ് റീബിൽഡ് ചെയ്തതും ഇത്രയും നല്ല അടിപൊളിയാക്കിയതെന്നൊക്കെയാണ് പറയുന്നത്. കണ്ടില്ല, അവിടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാർക്കൊക്കെ വന്ന് കയറാണ്. ഇപ്പോൾ അവിടെ മേളിലൊക്കെയാണ് ട്രക്കിംഗ് ഒക്കെ. അതിന് മേളിൽ ട്രക്കിങ് ചെയ്ത് നമ്മൾ മുമ്പേ കണ്ട വ്യൂ കാണാൻ പറ്റും. അവിടെ വന്ന വഴി കണ്ടത് അതുപോലത്തെ ഈ ടോപ്പ് വ്യൂ കാണാൻ പറ്റും. പിന്നെ ഇത് പഴയ എന്തോ ഫോർട്ടാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കാണാം. അയ്യ, കൊള്ളാം കേട്ടോ. ഇവിടെയും പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് ആൾക്കാർ. ആ വ്യൂ നോക്കി, ഒരു രക്ഷയില്ല, മാറകായിട്ട്. എന്താ വാങ്ങി? ഓ, നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഒരു രക്ഷയില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലായിരുന്നു. ഏകദേശം 9:30 ആവുന്നു. ഞാൻ കുറേ നേരമായിട്ട് ഇവിടുന്ന് പോകണം എന്ന് വിചാരിച്ചിരിക്കുക, പക്ഷെ പറ്റുന്നില്ല. എന്തോ വ്യൂ. കുറേ മിക്ക ആൾക്കാരും ബാംഗ്ലൂരിലുള്ള കുറേ മലയാളികളൊക്കെ കണ്ടായിരുന്നു. ഇഷ്ടം പോലെ ബൈക്കേഴ്സ്, സൂപ്പർ ബൈക്സും എല്ലാം ഉണ്ട്. എന്ത് രസമാണെന്ന് നോക്കി. എവറല്ല, മഴ കഴിഞ്ഞുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. നല്ല പച്ച നിറവും കണ്ട്. ഇന്നിപ്പോഴും ക്ലൗഡ് മൂടി കിടക്കും, അതുകൊണ്ടാണ് ഈ ക്ലൈമറ്റ്. നമുക്ക് നല്ല സുഖമുണ്ട് ഇങ്ങനെ വരാൻ. ഇതെല്ലാം ഫോർട്ടിൻ്റെ ഭാഗങ്ങളാണ്, കണ്ടില്ലേ? ഇതിന് പുറകിൽ വലിയ ഹിസ്റ്ററി ഒക്കെ ഉണ്ട്, എനിക്ക് പക്ഷെ അറിയില്ല. കണ്ട് ഇതെല്ലാം കല്ല് വെച്ച് അടുക്കിടയ്ക്ക് ഫോർട്ടുകൾ ഉണ്ടാക്കിയിരിക്കുക. ഇത്ര വർഷം കഴിഞ്ഞിട്ടും എന്നുവെച്ചാൽ ഈ യുദ്ധങ്ങളുടെയൊക്കെ സമയത്ത്. ഈ പുറകോട്ടൊക്കെ നോക്കി, ഒരു രക്ഷയില്ലാത്ത വ്യൂ കണ്ടില്ലേ? നമ്മൾ താഴെ വന്ന റോഡ് ഇവിടുന്ന് കാണാൻ പറ്റും. ഇതേ ആ കല്ല് നോക്കി, ഇതെല്ലാം ഇങ്ങനെ കല്ലടുക്കി ഇരിക്കുക. അവിടെ ഫുള്ള് കാറ്റാടി കാണാം. എൻ്റെ മോനെ, എന്ത് രസമാണെന്ന് നോക്കി കാണാൻ.
ഫുള്ള് വ്യൂ ആണ്. നമ്മൾ കയറുമ്പോൾ ഇത്ര അങ്ങനെ ശ്രദ്ധിക്കത്തില്ല, കാരണം കൂടുതൽ നമ്മൾ റൈഡിങ് ആയിരിക്കും, കൈ കൊടുത്ത് കയറുന്നുണ്ട്. പക്ഷെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഈ കാഴ്ച കറക്റ്റ് കാണാനൊക്കെ. കണ്ടില്ലേ? പൊളി. അപ്പം ഇന്നത്തെ റൈഡ് ഇത്രയൊക്കെ ഉള്ളു. അടിപൊളി പ്ലേസാണ്. സത്യം പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല. ചുമ്മാ ഞാൻ ഒറ്റയ്ക്കാണ്, പിന്നെ 1-2 മലയാളികളൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞെങ്കിലും അത്രയും ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. നല്ല അടിപൊളി പ്ലേസാണ് പെനുകൊണ്ട. അതിനടുത്തുണ്ട് എന്തോ വിൻമില്ലൊക്കെ ഉണ്ട്. അടുത്ത തവണ ആരെങ്കിലും ഉള്ളപ്പോഴൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. ഇത് റൈഡ് അടിക്കാൻ പറ്റിയ പ്ലേസാണ്. ഒന്നാമത് ആ റോഡ് അടിപൊളിയാണ്. നമ്മൾ വരുന്ന റൂട്ട് ഫുള്ള് ഹൈവേകളും ഇങ്ങനത്തെ ഹൈവേ ആണ്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഫുള്ള് നല്ല ഘാട്ട് റോഡ് പോലെ റോഡ്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. അവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ് ഇപ്പം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.